ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കപ്പ് ഉഴുന്ന് വെച്ചിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോണ്ടയാണ്. അപ്പോൾ ഈ ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 2-3 മണിക്കൂർ നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കാം. ഇനി നമ്മൾ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് കുതിർത്തതിന് ശേഷം അങ്ങനെ അരയ്ക്കാവുന്നതാണ്. അതല്ല നമ്മൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ നമ്മളൊരു 3 മണിക്കൂറൊക്കെ കുതിർത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇതൊന്ന് അരച്ച് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളം പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്ന് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കയ്യിൽ ഇതുപോലെ ഒരല്പം വെള്ളം എടുത്ത് 2 പ്രാവശ്യമായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അരഞ്ഞ് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്ക് വീണ്ടും കയ്യിൽ ഇതുപോലെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ അരഞ്ഞ് കിട്ടുന്നവരെയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഞാനൊരു 5 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിനേക്കാളും ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ട നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫൈനായിട്ട് വേണം അരച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഏത് അരിപ്പൊടി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോണ്ട നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 10 മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ബോണ്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ പുറം ഭാഗം ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഞാനിതിപ്പോൾ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോണ്ടയൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൈ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം കുറേശ്ശെയായിട്ട് മാവ് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ബൗളിൻ്റെ സൈഡിലായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ എണ്ണ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. ആ ഒരു പരുവത്തിൽ എണ്ണ ചൂടായിട്ട് വേണം നമ്മൾ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്കിത് എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാവിൽ നിന്ന് കുറച്ച് ഭാഗം ആദ്യം ഇട്ട് നോക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, എന്നാൽ ഉൾഭാഗം ഒട്ടും തന്നെ വേകാതെയും വരും. അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും ബോണ്ട. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാ ബോണ്ടയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി തേങ്ങാ ചട്നി കൂടെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.